പ്രിയപ്പെട്ടവരെ, ഈ വ്ലോഗർ റിൻസിയുടെ ലഹരി ഇടപാടുകളിൽ ഇപ്പോൾ സിനിമാ പ്രവർത്തകരെ തേടുകയാണ് പോലീസ്. ഈ ലഹരി ഇടപാടിൽ ഉൾപ്പെട്ട നിരവധി സിനിമാ പ്രവർത്തകരുണ്ടെന്നും ഇപ്പോൾ അവരുടെ പിന്നാമ്പുറം തേടുകയാണ് പോലീസ്. റിൻസിയെ സ്ഥിരമായി വിളിച്ചിരുന്ന 4 പേരുമായി പോലീസ് ബന്ധപ്പെട്ടു. സിനിമാ പ്രൊമോഷന്റെ ഭാഗമായാണ് വിളിച്ചത് എന്നാണ് ചലച്ചിത്ര പ്രവർത്തകർ പോലീസിന് നൽകിയ മറുപടി. റിൻസിയുടെ ഫ്ളാറ്റിൽ എത്തിയവരുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണിയോട് നമുക്ക് വിവരങ്ങളുമായിട്ട്. സഹിൻ, എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് നീക്കം? സിനിമാ മേഖലയിലേക്ക് ഒരിക്കൽ കൂടി ലഹരി ആ വാർത്ത എത്തുന്നു, ലഹരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്തു, അങ്ങനെ തന്നെയാണ്. അതായത് റിൻസി മുംതാസ് ഇവർ കഴിഞ്ഞ ദിവസമാണ് 22 ഗ്രാം MDMA-യുമായി കാക്കനാട് വെച്ച് പോലീസിൻ്റെ പിടിയിലാവുന്നത്. പിന്നീട് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. കാരണം സിനിമാ പ്രവർത്തകർക്കിടയിൽ വ്യാപകമായി ലഹരി കച്ചവടം നടത്തിയിരുന്ന ആളാണ് റിൻസി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സിനിമാ പ്രൊമോഷൻ എന്നുള്ള പേരിൽ പ്രൊമോഷൻ എടുത്തുകൊണ്ട് സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി ലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ റിൻസി എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിൻസിയുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് ഇവർ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ഇതോടുകൂടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകരിലേക്കും കാര്യങ്ങളെത്തുന്നത്. നിരവധി സിനിമാ പ്രവർത്തകർ ഇവർക്ക് പണം ഇട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവരുമായി ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഇവരുടെ ഫ്ളാറ്റിൽ വന്നുപോയ ആളുകളെക്കുറിച്ച് പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ പ്രവർത്തകർ 4 പേരെ പോലീസ് വിളിച്ചു. ആ 4 പേരും പറഞ്ഞത് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് തങ്ങൾ റിൻസിയെ വിളിച്ചത് എന്നാണ്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ആ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും. എന്തായാലും റിൻസി മുംതാസിൻ്റെ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ പോലീസ് വിലയിരുത്തുകയാണ്. ഒപ്പം തന്നെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം ഒബ്സ്ക്യൂർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ പാർട്ട്ണർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിലും ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. റിൻസിയെ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ സഹിൻ, ശരി.